18ാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേരള എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണഘടന മുറുകെ പിടിച്ചും ദൈവനാമത്തിലും ദൃഢപ്രതിജ്ഞയെടുത്തുമായിരുന്നു എംപിമാരുടെ സത്യപ്രതിജ്ഞ. പാർലമെന്റിലേക്ക് കന്നിയംഗമായി എത്തിയ LDF MP കെ രാധാകൃഷ്ണനും സത്യപ്രതിജ്ഞ ചെയ്തു. രാധാകൃഷ്ണനായ ഞാൻ ലോകസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞയെടുക്കുന്നു. 18ാം ലോക്സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ കേരള എംപിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണഘടനയുടെ പതിപ്പുകൾ കൈകളിൽ പിടിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് എംപിമാരുടെ സത്യപ്രതിജ്ഞ. KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, NK പ്രേമചന്ദ്രൻ, പാർലമെന്റിലേക്ക് ആദ്യമായി എത്തിയ ഷാഫി പറമ്പിലും ഇംഗ്ലീഷിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. ഹിന്ദിയിലായിരുന്നു എറണാകുളം MP ഹൈബീഡന്റെ സത്യപ്രതിജ്ഞ. ബാക്കിയുള്ള 12 എംപിമാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രി കൂടിയായ BJP അംഗം സുരേഷ് ഗോപി കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന പ്രാർത്ഥനയോടെയായിരുന്നു സത്യപ്രതിജ്ഞ ചേംബറിലെത്തിയത്. കൃഷ്ണ ഗുരുവായൂരപ്പ. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ കേരളത്തിൽ നിന്ന് 17 എംപിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിദേശയാത്രയിലായതിനാൽ ശശി തരൂർ MP അടുത്തയാഴ്ചയാകും സത്യപ്രതിജ്ഞ ചെയ്യുക. കൈരളി ന്യൂസ്, ദില്ലി.